ശ്രീ മഹേഷ് പണിക്കർ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? മുകളിലേക്ക് പോകുമോ അന്വേഷണം എന്ന് നമ്മൾ പല ദിവസങ്ങളായി ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ മുകളിലേക്ക് പോകാത്തതിനെ കുറിച്ച് കോടതി തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്ന വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങ് എന്താണ് കരുതുന്നത്? SIT ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? എനിക്ക് തോന്നുന്നത് ശരിയായിട്ട് രീതിയിൽ തന്നെ പോകുന്നതെന്നാണ്. കാരണം അതിനകത്തൊരു കാര്യം പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ അവരുടെ റിപ്പോർട്ട് വരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു എന്നാണ് എന്റെയും വിശ്വാസം. കാര്യം ഈ പങ്കജ് ഭണ്ഡാരി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനകത്ത് ഒരു കീ എലമെന്റ്. അയാളെ പൊക്കി അയാളെ അറസ്റ്റ് ചെയ്താൽ കാര്യം അയാൾക്കൊരു എന്താ പറയാ, ഈ സ്വർണം പൂശുന്ന പണിയല്ലാണ്ട് തന്നെ ഇവർക്കൊരു ആന്റി കച്ചവടത്തിന്റെ ഒരു സ്ഥാപനം കൂടെ ഉണ്ട്, ഒരു സഹോദര സ്ഥാപനം കൂടെ ഉണ്ട്. അപ്പൊ അതിൽ കൂടെ ആയിരിക്കാം ഇത് പോയിരിക്കാനുള്ള ഏറ്റവും വലിയൊരു റൂട്ട്. അതാണ് ആ ഗോവർദ്ധനെയും അദ്ദേഹത്തെ കൂടെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ ഈ സ്വർണത്തിന്റെ അംശങ്ങളൊക്കെ എത്രയുണ്ട്, അവർ പറഞ്ഞിരിക്കുന്ന 400 ഗ്രാമിനകത്തുണ്ടോ, 100 പവൻ റേഞ്ചിലുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആയിരുന്നാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം വേറൊരു കാര്യങ്ങളുണ്ട്. ഈ പങ്കജ് ഭണ്ഡാരി തന്നെ 2019 ജൂൺ മാസം 15-ാം തീയതിയാണ് ഇവർ ഈ കട്ടളയുടെ പാളി അവിടുന്ന് പൂജിച്ചു കൊണ്ടുവരുന്നത്. അതായത് ജയറാമൊക്കെ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങുണ്ട്. ആ ചടങ്ങിനകത്ത് ഒരു പത്രസമ്മേളനത്തിന് ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് ഇത് ശബരിമലയുടെ മേൽക്കൂര അയാൾ ചെയ്തതാണ്, അയാള് എന്താ പറയാ, ഈ പറഞ്ഞ സ്വർണം 3 ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ, 25 കൊല്ലം കഴിഞ്ഞാലും ഇത് ഇളക്കി എടുത്ത് തരാൻ പറ്റുന്നൊക്കെ അയാൾ വ്യക്തമായിട്ട് പറയുന്ന നമ്മുടെ എല്ലാം സോഷ്യൽ ഇതിനകത്തുള്ള ഒരു ഇതാണ്. അയാളുടെ ജയറാമിന്റെ ഒരു പത്രസമ്മേളനമാണ് അത്. പക്ഷെ അതിനകത്ത് ജയറാം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇയാളും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ വ്യക്തമാണ് ഇയാളാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവര് ഈ പറഞ്ഞ നമ്മുടെ ഈ വിജയമല്യയുടെ സ്വർണം അടിച്ചു മാറ്റിയ എപ്പിസോഡ് തന്നെ അല്ല. ഇതിനു മുമ്പും ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ സ്ഥാപനം ശബരിമലയിലെ മാളികപ്പുറത്തിന്റെ മണ്ഡപം ചെയ്തിട്ടുണ്ട്, അതിന്റെ പുറത്തെ മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ മണ്ഡപം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം താഴെ കൊടുങ്ങി. ഇയാളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് പഴയ ഒരു പുരാതനമായ ക്ഷേത്രത്തിലെ പഴയ സ്വർണം പൂച്ചിട്ടുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുക, പകരം പുതിയത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം എന്ന് പറഞ്ഞ സാധനം. ഇപ്പോഴത്തെ ഈ പരിശോധന വരുമ്പോഴത്തേക്ക് ഇവരുടെ ഈ 100 പവൻ എന്ന് പറഞ്ഞ കേസൊക്കെ അങ്ങ് പോകും. ഇതിനകത്ത് 30 ഗ്രാമേ ഇതിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ. കാര്യം അത്രമാത്രമുള്ള ഒരു കൊള്ളയാണ് ഇവർ നടത്തുന്നത്. അപ്പം ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇതിന്റെ റൂട്ടിൽ തന്നെയാണ്. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ മൊഴി കൊടുത്ത പോലെ 500 കോടി 1000 കോടി എന്നുള്ള വ്യാപ്തിയിലേക്ക് ഇത് പോകണമെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി തന്നല്ല. സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസപരമായിട്ട് ഏകദേശം 27-28 കൊല്ലം മുമ്പ് വിജയമല്യ സ്ഥാപിച്ച അതിനൊരു പൗരാണികതയൊന്നും പറയാൻ അവകാശപ്പെടാൻ പറ്റത്തില്ല. 30 കൊല്ലം മുമ്പുള്ള ഒരു സംഭവം. അതിനകത്തെ സ്വർണമാണ്, അതുപോലെ തന്നെ വിശ്വാസവുമാണ്. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടം ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരിയുടെ ബേസിലും ഗോവർദ്ധന്റെ ബേസിലും അത് നടന്നിട്ടുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളി ഇപ്പൊ അവരുടെ ബേസിൽ തന്നെ അവരാർക്കോ വിറ്റ് അതിന് പകരം ഇപ്പൊ എടുത്തിരിക്കുന്ന സ്വർണ്ണമൊന്നും ആ സ്വർണ്ണമെന്നൊന്നും ഒരിക്കലും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം നടന്നിരിക്കുന്ന അതിന് മുമ്പുള്ള പീരീഡിൽ നമ്മുടെ വാജിവാഹനം, അതുപോലെ അഷ്ടദിക്പാലകര്, കൊടിമരം, 18-ാം പടി. പക്ഷെ 18-ാം പടിയൊക്കെ മാറ്റിയതിനകത്തൊക്കെ ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് അതും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് കുറെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ പിന്നെ തുടങ്ങിയിട്ടുള്ള നിരന്തരമായ ഒരു കൊള്ള. ആ കൊള്ളക്കകത്ത് ഈ 500 കോടി ആന്റിക് വാല്യൂ ഉള്ള സാധനങ്ങളാണ്. അതല്ല, യോഗദണ്ഡൊക്കെ ആന്റിക് വാല്യൂ ഉള്ളതാണ്. അപ്പൊ ഇതൊക്കെ വിറ്റിട്ടുണ്ട്. ഇപ്പൊ ഈ വക സ്ഥാനങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവ്. നമ്മളൊക്കെ ആദ്യമേ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്യുന്നില്ല. കാര്യം ഈ ഗോവർദ്ധന്റെ വീട്ടിലൊക്കെ പൂജ നടത്തിയിരിക്കുന്ന തന്ത്രിമാരും അവരുടെ നിരന്തര സന്ദർശകരായിട്ടുള്ള ആൾക്കാരും അവരുടെ എന്താ പറയാ ജൂവലറിയൊക്കെ ഈ പറഞ്ഞ കൊള്ളമൂലം കൊണ്ടൊക്കെയുള്ള ജൂവലറിയൊക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നവരും അവിടെ താമസിക്കുക അവരുടെ വീട്ടുകളിൽ കുടുംബം പോലെ കഴിയുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ മുമ്പിലേക്ക് വരാനുള്ള ഏറ്റവും ശക്തമായ ഒരു നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഇവരുടെ അറസ്റ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ ശങ്കർദാസിനെയോ മറ്റവരെയൊക്കെ അതിന്റെ തലവൻ തന്നെ കൊള്ളസംഘത്തിന്റെ തലവൻ തന്നെ പത്മകുമാർ അകത്ത് കിടക്കുമ്പോൾ പിന്നെ അനുയായികൾ 1-2 പേരെയൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ ഇത്രയേ ഉള്ളൂ. കാര്യം അതായത് അവരെ പിടിക്കാമെങ്കിൽ പിന്നെ അവരെ പിടിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്. അപ്പൊ അവരെ പിടിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമായിട്ടോ അല്ലെ വലിയൊരു പ്രശ്നമായിട്ടോ ഒന്നും എനിക്ക് കാണുന്നില്ല. കാര്യം അതിന്റെ സങ്കേതത്തിന്റെ തലവനെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഇതിനകത്തും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇത് ഇളക്കിയത് ആ ഒരു സ്ഥാനം ഇവരെല്ലാം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്തോ വളരെ ക്രെഡിബിലിറ്റി ഉള്ളൊരു സ്ഥാപനമാണ്, അത് വളരെ വിശ്വാസയോഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല തലത്തിലും നമ്മുടെ കേൾക്കുന്നതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാര്യം അത് ആ ഒരു രീതിയിലേക്കുള്ള അന്വേഷണം പോകേണ്ടതുകൊണ്ട് അതിന്റെ കാര്യം എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇളക്കി ഇവരെ കൊടുക്കാൻ പോയി, അവിടെ പോയിട്ട് ഇത് ഉരുകി കിടക്കുകയാണ്, മറ്റേത് കിടക്കുകയാണ്. കാര്യം ഇവർ ആദ്യം അഡ്വക്കറ്റിനെ കൊണ്ട് ഈ പങ്കജ് ഭണ്ഡാരി നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് പഴയ സാധനത്തിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ സാധനം തന്നെ ഇവര് പിന്നെ ചെയ്യുന്നു. അപ്പം ഇതിനകത്തൊക്കെ കുറെ ദുരൂഹതയുണ്ട്. അതൊക്കെ ഇപ്പം എന്തായാലും SIT ഇപ്പൊ ഈ ദുരൂഹതകളൊക്കെ മാറ്റി അവർക്ക് ഏകദേശം ഒരു ക്ലിയർ
പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ആൻറ്റിക് വിൽപ്പനയും ഇതിൻ്റെ ഈ ഡിവൈൻ വാല്യൂ രീതിയിലുള്ള വിൽപ്പന, അങ്ങനെ 2-3 തലത്തിൽ സ്വർണ്ണമായിട്ട് വിറ്റിട്ടുള്ളതും. അപ്പം ഈ വക സാധനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയിലും വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണത്തെ നമ്മൾ കാര്യമായിട്ട് അതിൻ്റെ ആ ഒരു നീക്കുപോക്കുകളെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് പല അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ പാരഡിയുടെ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അയ്യപ്പൻ കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാലേ പൊതുസമൂഹം, കേരളം മൊത്തം ഇന്ന് പാടുന്ന അയ്യപ്പനെ കുറിച്ച് ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഇനി വിശ്വാസം ഇല്ലാത്തവരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പാടുന്ന ഒരു എന്താ പറയുക അയ്യപ്പനെ കുറിച്ചിട്ടാണ്. അപ്പം അതൊരു അയ്യപ്പ ചൈതന്യം അതിൻ്റെ പൂർണ്ണമായ രീതിയിലാണ്. നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ 15 ദിവസം 14 ദിവസത്തെ റിമാൻഡ് വന്നു, 16 ദിവസം പോയി കിടന്നു. അപ്പം പക്ഷേ അതേസമയം നമ്മുടെ സന്ദീപ് വാര്യർക്കൊക്കെ അതിനകത്ത് ജാമ്യം കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ്. അയ്യപ്പൻ്റെ മുതലുകെട്ട കംപ്ലീറ്റ് ആൾക്കാരെയും പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് പ്രകടമായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഈ അറസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം അത് നമ്മുടെ ഈ യഥാർത്ഥ കാര്യത്തിലേക്ക് ഇത് എത്തിക്കാനായിട്ട് പറ്റും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.